അനിട്രിക്സിന്റെ ഓൺലൈൻ വീഡിയോ ക്ലാസിന്റെ പുതിയ ഒരു എപ്പിസോഡിൽ +1 അക്കൗണ്ടൻസിയിൽ ഇംപ്രൂവ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു 10 മാർക്ക് നേടിയെടുക്കാൻ എന്തെല്ലാം പഠിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, അക്കൗണ്ടൻസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ജേണൽ എൻട്രി പഠിക്കുക എന്നുള്ളത്. ഒരു പ്രൊഫഷണൽ അക്കൗണ്ടന്റ് ആവാൻ അയാൾക്ക് ജേണൽ എൻട്രിയിൽ കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ ലെവലിൽ അക്കൗണ്ട്സ് ചെയ്യാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ജേണൽ എൻട്രിയിലുള്ള തറോ നോളജ് ആണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ ജിനോഖാത്ത ആയാലും ടാലി ആയാലും PH3 ആയാലും ടാറ്റ എക്സ്വിഎൽ പോലെയുള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ജേണൽ എൻട്രി മാത്രം പാസ് ചെയ്യുന്നതിലൂടെ അവിടെ ലെഡ്ജർ ഓട്ടോമാറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ബാലൻസ് ഷീറ്റ് ഓട്ടോമാറ്റിക്കൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റേഷ്യോ അനലൈസിസ്, അങ്ങനെയുള്ള എല്ലാം ഓട്ടോമാറ്റിക്കലി അവിടെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ജേണൽ എൻട്രി അറിയണം എന്നുള്ളതാണ്. ഇനി എക്സാമിന് നമുക്ക് ഏതെങ്കിലും ഒരു ലെഡ്ജർ വരയ്ക്കാൻ വേണ്ടിയിട്ട് എക്സാമിന് സ്ഥിരം ചോദിക്കുന്നതാണ്. ക്യാഷ് ബുക്ക് വരയ്ക്കാൻ ഡബിൾ കോളം, സിംഗിൾ കോളം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റിന്റെ ജേണൽ എൻട്രി, ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിലെ ജേണൽ എൻട്രി, അങ്ങനെ ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അത്തരത്തിൽ എല്ലാ ജേണൽ എൻട്രികളും വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് ഒന്നുമായി കണക്ട് ചെയ്ത് പഠിക്കുക. അല്ലാതെ അതിന്റെ കുറെ തിയറികൾ പഠിച്ച് അതിലൂന്നിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനുകൾ വരും. അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ജേണൽ എൻട്രികൾ എഴുതാം എന്നതിനെ അത്തരത്തിലുള്ള ജേണൽ എൻട്രിയിലേക്ക് നമുക്ക് പോവാം. ഒന്ന്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹50,000. ഒരാള് 50,000 രൂപ വെച്ചുകൊണ്ട് ബിസിനസ് തുടങ്ങുന്നു. ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. മറ്റൊന്ന് ക്യാപിറ്റലാണ്. ക്യാപിറ്റല് കൂടുന്ന സമയത്ത് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് നിയമം. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്നാണ്. ഇവിടെ നമുക്കൊരു ട്രിക്ക് ഉപയോഗിക്കാം. ക്യാഷ് വരുന്ന എല്ലാ കേസുകളിലും ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നീട് എന്താണോ അതിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, റെന്റ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു റെന്റ്. അങ്ങനെ എല്ലാ ജേണൽ എൻട്രിയും ഒരൊറ്റ കണക്ട് ചെയ്യലോടെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ഫർണിച്ചർ. ഒരാൾ അസറ്റ് കൊണ്ടുവന്നുകൊണ്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അസറ്റാണ് ആ ക്യാഷിന് പകരം കാണിക്കേണ്ടത്. അസറ്റായിട്ട് ഫർണിച്ചറാണ് ഇവിടെയുള്ളത്. ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് കാണിക്കും. ഇനി മെഷീനറി ആണെങ്കിൽ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇനി ഗുഡ്സ് ആണെങ്കിൽ സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ജേണൽ എൻട്രികളും നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. മറ്റൊന്ന്, വിഡ്രോ ക്യാഷ് ഫോർ പേഴ്സണൽ യൂസ്. ഇനി ഒരാൾ ബിസിനസ്സിൽ നിന്നും ക്യാഷ് പിൻവലിക്കുന്നു, അങ്ങനെയെങ്കിൽ അവിടെ വിഡ്രോ ആണ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് ആണ് കാണിക്കേണ്ടത്. മറ്റൊന്ന്, വിഡ്രോ ഗുഡ്സ് ഫോർ പേഴ്സണൽ യൂസ്. ഇനി ഒരാൾ ഗുഡ്സ് പിൻവലിക്കുന്നു ബിസിനസ്സിൽ നിന്നും സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഉദാഹരണം, തൻ്റെ ബിസിനസ്സിൽ നിന്നും ഒരു ചാക്കരി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെയാണെങ്കിൽ അത് രേഖയിൽ വേണം. അങ്ങനെയാവുമ്പോൾ വിഡ്രോ ചെയ്തത് കൊണ്ട് തന്നെ ഡ്രോയിങ്ങിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം, ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ. പിന്നീട് ഗുഡ്സ് ആയതുകൊണ്ട് ക്രെഡിറ്റ് വരുന്നത് പെർച്ചേസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പെർച്ചേസ് ക്രെഡിറ്റ് വരുന്ന ഒരു സാഹചര്യം എഴുതുക എന്ന എക്സാമിന് ചോദിച്ചാൽ ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു പെർച്ചേസ് അക്കൗണ്ട് എന്നാണ്. ഇനി മറ്റൊന്ന്, ഗുഡ്സ് വിഡ്രോ ചെയ്യുമ്പോൾ കാണിക്കുന്ന ജേണൽ എൻട്രി എന്ത് എന്ന് ചോദിച്ചാൽ ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു പെർച്ചേസ് അക്കൗണ്ട് എന്നാണ്. മറ്റൊന്ന്, വിഡ്രോ ക്യാഷ് ഫോർ ഓഫീസ് യൂസ്. ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ബാങ്കിൽ നിന്നാണ് പിൻവലിക്കുക. അങ്ങനെയെങ്കിൽ ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എന്നാണ് കാണിക്കുക. മറ്റൊന്ന്, എക്സ്പെൻസുകൾ പെയ്ഡ് ചെയ്യുമ്പോൾ, ഉദാഹരണം പെയ്ഡ് റെന്റ്, പെയ്ഡ് ഇലക്ട്രിസിറ്റി, പെയ്ഡ് കമ്മീഷൻ, അങ്ങനെയൊക്കെയാണെങ്കിൽ എല്ലാ എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെയ്ഡ് റെന്റ്, റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്,
ഇനി ക്യാഷ് കൊടുക്കുന്ന കേസുകളിലൊക്കെ ക്യാഷ് ക്രെഡിറ്റ് ആണ്. അതുകൊണ്ട് റെൻറ്റ് കൊടുത്താലും റേറ്റ് കൊടുത്താലും ടാക്സ് കൊടുത്താലും ഇൻഷുറൻസ് കൊടുത്താലും കമ്മീഷൻ കൊടുത്താലും എല്ലാ എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിച്ചാൽ എല്ലാ എക്സ്പെൻസുകളുടെ ജേണൽ എൻട്രിയും ഒരൊറ്റ വാക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പിന്നീട് ഗുഡ്സ് പ്രൊവൈഡഡ് ആസ് ഫ്രീ സാമ്പിൾ, പലപ്പോഴും എക്സാമിന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ജേണൽ എൻട്രിയാണ്. ഗുഡ്സ് ഫ്രീ സാമ്പിളായിട്ട് നൽകുന്ന സമയത്ത് സാമ്പിൾ നൽകുന്നത് അവിടെ പരസ്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ് എന്ന എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അഡ്വർടൈസ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. മറ്റൊന്ന് റിസീവ്ഡ് കമ്മീഷൻ, നമ്മൾ പറഞ്ഞു ക്യാഷ് ലഭിക്കുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, നമ്മൾ സാധനങ്ങൾ ക്യാഷ് കൊടുത്തു വാങ്ങിയാൽ നമുക്ക് സ്റ്റോക്ക് ലഭിക്കും, അഥവാ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിക്കും. ദെൻ കടത്തിനാണെങ്കിൽ ആരെ അടുത്ത് നിന്നാണോ വാങ്ങുന്നത് അവരെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ഫ്രം റഹീം എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ട്. ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു അവിടെ ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ള റഹീമിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു റഹീം അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. ഇനി പർച്ചേസ്ഡ് മെഷീനറി ആണ്. മെഷീനറി എന്ന് പറയുമ്പോൾ അസറ്റാണ്. അസറ്റ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ അസറ്റ് കൂടും. ആ കൂടുന്ന അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് കൊടുത്തായതുകൊണ്ട് ക്രെഡിറ്റ് ക്യാഷാണ്. അപ്പോൾ അസറ്റുകൾ വാങ്ങുന്ന കേസുകളിലൊക്കെ അസറ്റിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മെഷീനറി, ഫേർണിച്ചർ, ബിൽഡിംഗ്, ലാൻഡ് എന്നിവയെല്ലാം വാങ്ങുമ്പോൾ അത് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. ഇനി മെഷീനറി വിൽപ്പന നടത്തുന്ന ഒരു ഷോപ്പിൽ മെഷീനറി എന്ന് പറയുന്നത് ഗുഡ്സ് ആണ്. അപ്പോൾ നമ്മൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് കാണിക്കേണ്ടത്. മറ്റൊന്ന് പർച്ചേസ്ഡ് മെഷീനറി ഫ്രം ബാബു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ബാബു എന്ന് കാണിച്ചതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. മെഷീനറി അസറ്റാണ്. അസറ്റ് വന്നതുകൊണ്ട് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ഇവിടെ ക്രെഡിറ്റ് ബാബു ആണ്. അതോടൊപ്പം തന്നെ സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, വിൽപ്പന സാധനങ്ങൾ വിൽക്കുന്ന കേസുകളിലെല്ലാം തന്നെ ക്രെഡിറ്റ് സെയിൽസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാഷിന് വിൽക്കുമ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ദെൻ സോൾഡ് ഗുഡ്സ് ഫോർ ക്രെഡിറ്റ് ടു രാജുവിന് കടത്തിന് വിൽക്കുമ്പോൾ ക്യാഷ് കിട്ടുന്നില്ല. രാജു എന്ന് പറയുന്ന ഡെപ്റ്റേഴ്സ് അഥവാ നമുക്ക് പൈസ തരാനുള്ള ആളുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സ് അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. രാജു അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽ അക്കൗണ്ട്. ഫേർണിച്ചർ, ഫിക്സഡ് അസറ്റുകൾ വിൽക്കുമ്പോൾ അസറ്റിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. സാധനങ്ങൾ വിൽക്കുമ്പോൾ സെയിൽസുമാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നീട് സോൾഡ് ഫേർണിച്ചർ ഫോർ ക്യാഷ്, ഫേർണിച്ചർ ക്യാഷിന് വിൽക്കുമ്പോൾ നമുക്കറിയാം ഫേർണിച്ചർ വിൽക്കുന്ന സമയത്ത് നമ്മൾ അസറ്റ് ആയതുകൊണ്ട് തന്നെ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷിനായതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഫേർണിച്ചർ അക്കൗണ്ട്. പിന്നീട് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് കൂടുന്നു. അസറ്റ് ആയിട്ടുള്ള ബാങ്ക് ബാലൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് കുറയുന്നു. ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. ദെൻ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ ഓഫീസ് യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് ക്യാഷ് വരുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. ബാങ്ക് ബാലൻസ് കുറയുന്നു. ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. മറ്റൊന്ന് വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് പിൻവലിച്ചു കഴിഞ്ഞാൽ അവിടെ വിഡ്രോ പേഴ്സണൽ യൂസ് ആയതുകൊണ്ട് തന്നെ ഡ്രോയിങ് ആണ്. ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്കിൽ നിന്നായതുകൊണ്ട് ബാങ്ക് ബാലൻസ് കുറയുന്നതുകൊണ്ട് ബാങ്കിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഡ്രോയിങ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ദെൻ ചെക്ക് ഇഷ്യൂഡ് ടു സൽമാൻ. ചെക്ക് നൽകപ്പെടുന്ന കേസുകളിലൊക്കെ ബാങ്ക് എന്നാണ് ക്രെഡിറ്റ് വരിക. ചെക്ക് കൊടുക്കുന്ന എല്ലാ കേസുകളിലും ക്രെഡിറ്റ് ബാങ്ക് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൽമാന് ചെക്ക് കൊടുത്തതുകൊണ്ട് സൽമാൻ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി സ്റ്റേഷനറി ആണ് ചെക്ക് ഉപയോഗിച്ച് കൊടുത്തതെങ്കിൽ സ്റ്റേഷനറി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഇനി മറ്റെന്തെങ്കിലും ചിലവുകൾ നമ്മൾ കൊടുത്തത് ചെക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ റെൻറ്റ് കൊടുത്തു, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് നോക്കാം. റെൻറ്റ് പെയ്ഡ് ബൈ ചെക്ക്, റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ദെൻ ചെക്ക് റിസീവ്ഡ് ഫ്രം അനു. ചെക്ക് റിസീവ് ചെയ്യുന്ന എല്ലാ കേസുകളിലും ക്യാഷ് ലഭിക്കുന്നത് പോലെയാണ് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനു. ഇനി കമ്മീഷൻ റിസീവ്ഡ് ബൈ ചെക്ക് ആണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ. ദെൻ അനസ് പെയ്ഡ് ചെക്ക് ടു അവർ ബാങ്ക് അക്കൗണ്ട്. അനസ്
നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളുടെ ബാങ്ക് ബാലൻസ് കൂടും, അസറ്റ് കൂടുമ്പോൾ നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ. ദെൻ അനസ് എന്ന് പറയുന്ന ആൾ നമുക്ക് തരാനുള്ള ഡെപ്റ്റീസ് ആയിരുന്നു, അത് കുറഞ്ഞതുകൊണ്ട് അനസിനെ ക്രെഡിറ്റ് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു അനസ്. ദെൻ റിസീവ്ഡ് എ ചെക്ക് ഫ്രം റഹീം, ദ സെയിം പെയ്ഡ് ഇൻ ടു ബാങ്ക്. റഹീമിൻ്റെ അടുത്ത് നിന്ന് നമുക്കൊരു ചെക്ക് കിട്ടി, അത് ബാങ്കിൽ കൊടുത്തു. അപ്പോൾ ബാങ്കിൽ കൊടുത്തതിൻ്റെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് കാണിക്കുന്നു. ദെൻ ബാങ്ക് ചാർജസ് ഫോർ ദ മന്ത്, നമ്മൾ ബാങ്ക് ചാർജ് ഈടാക്കി, നമ്മളടുത്ത് നിന്ന് ബാങ്ക് ചാർജ് ഈടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാങ്ക് ചാർജ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസുകൾ ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാങ്ക് ചാർജ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്നാണ് ജേണൽ എൻട്രി വരിക. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ്, നമ്മളുടെ അടുത്ത് നിന്ന് നിക്ഷേപിച്ചതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് നൽകുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ക്രെഡിറ്റഡ്, ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ മുകളിൽ പലിശ ക്രെഡിറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് കൂടും. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അഥവാ ഇൻകമാണ്. ഇൻട്രസ്റ്റ് ഉണ്ടായാൽ നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. വരുമാനം ഇൻകത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. മറ്റൊന്ന്, ബാബു ചെക്ക് വാസ് റിട്ടേൺഡ് ഡിസോണേഡ്. ബാബുവിൻ്റെ ചെക്ക് കൊടുത്തത് അതിൽ പിഴവുകൾ കാരണം ഡിസോണറായി. അങ്ങനെയാണെങ്കിൽ ബാബു ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബാബു ആണ്. അത് ഡിസോണർ ആകുമ്പോൾ നേരെ തിരിച്ചാണ് ബാബു അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് എന്ന് കാണിക്കുന്നു. മറ്റൊന്ന്, ഔട്ട്സ്റ്റാൻഡിങ് വേജുകൾ വേജ് ഉണ്ടായിട്ടും കൊടുക്കാത്തതിനാണ് ഔട്ട്സ്റ്റാൻഡിങ് വേജ് എന്ന് പറയുന്നത്. അത് ലയബിലിറ്റിയാണ്. ലയബിലിറ്റി വർദ്ധിക്കുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് അക്കൗണ്ടിലെന്ന് ചോദിച്ചാൽ വേജാണ്. വേജ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് വേജ്. ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് റെൻറ്റിനാണെങ്കിൽ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ്. അതുപോലെ സാലറിക്കാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് എങ്കിൽ സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇത്തരത്തിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളെ കാണിക്കുന്നു. പ്രീപെയ്ഡ് ആകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, പ്രീപെയ്ഡ് അസറ്റാണ്. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. പ്രീപെയ്ഡ് റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ്. ദെൻ അക്വേർഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് നമുക്ക് കിട്ടാത്തതാണ് അക്വേർഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അത്തരം ഇൻട്രസ്റ്റുകൾ അസറ്റാണ്. അതിനെ നമ്മൾ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അക്വേർഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട്. അക്വേർഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ടു ഇൻട്രസ്റ്റ് അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. ദെൻ റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്, മുൻകൂട്ടി കിട്ടുന്നതാണ്. അത് ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ലയബിലിറ്റി കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്. അത് റെൻ്റ് അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ റെൻ്റ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി കമ്മീഷൻ ആണെങ്കിലോ, കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണെങ്കിൽ ജേണൽ എൻട്രി കമ്മീഷൻ അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇനി അതുപോലെ ഡിപ്രീഷിയേഷൻ ഓഫ് മെഷീനറിക്ക് ഡിപ്രീഷിയേഷൻ സംഭവിച്ചു. ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്നത് ലോസാണ്. ലോസ് ഓർ എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട്. ഏത് അക്കൗണ്ടിലാണ്? മെഷീനറിയുടെ അക്കൗണ്ടിലാണ് മെഷീനറിയുടെ ഡിപ്രീഷിയേഷൻ കാണിക്കുക. അതുകൊണ്ട് തന്നെ ഡിപ്രീഷിയേഷൻ എന്ന എക്സ്പെൻസിനെ ഡിപ്രീഷിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു മെഷീനറി അക്കൗണ്ട് എന്ന് കാണിക്കുന്നു. ഇനി അതുപോലെ ബാഡ് ഡെപ്റ്റ്, കിട്ടാക്കടമുണ്ടാകുന്ന സമയത്ത് നമുക്ക് ലോസാണ്. ലോസ് ഓർ എക്സ്പെൻസിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ദെൻ ബാഡ് ഡെപ്റ്റ് റിക്കവർ ചെയ്ത് കഴിഞ്ഞാലോ അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. അതുകൊണ്ട് തന്നെ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇത്തരത്തിൽ ഏത് ജേണൽ എൻട്രിയും നമുക്ക് വളരെ ലളിതമായിട്ട് പഠിക്കാവുന്നതാണ്. ഇനി അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇത്തരം ജേണൽ എൻട്രികളിൽ നിന്നും പോസ്റ്റ് ചെയ്തുകൊണ്ട് പലതരത്തിലുള്ള അക്കൗണ്ടുകൾ വളരെ ലളിതമായിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നും ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക് തുടങ്ങിയിട്ടുള്ള ഓരോരുത്തരുടെയും അക്കൗണ്ടുകൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള വീഡിയോസുകൾ അടുത്ത വീഡിയോയിൽ കാണാം. അത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.